കട്ടൻ ചായ. ഗായിക നേരെ പാടുന്നത് നേരെ പാടും സുകന്യ. അല്ലാണ്ട് ഇങ്ങനെ പാടിയിട്ട് ഞാനിങ്ങനെ കേൾക്കാനാ. ഇത്രയും പാൽ ചായ ഉണ്ട് കണ്ട. ശരിക്കും ഫംഗ്ഷൻ്റെ അന്ന് സുകന്യ പാട്ടും ഡാൻസിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ല എന്തെങ്കിലും സുകന്യ ഇവിടെ സുകന്യയുടെ സ്റ്റേജ് എന്താ ഇങ്ങനെ ചായ എന്താ പറയച്ചല്ലേ വേറെ പാത്രത്തിലേക്ക് വെക്കില്ല കേട്ടോ. ഈ പാത്രത്തിൽ നിന്ന് അവള് മോന്തി കുടിക്കും. ഇന്നിപ്പോ ഞാൻ എന്തിനാ വളർന്നു കുടിക്കാൻ നിൽക്കണല്ലേ സുകന്യ. സുകന്യയുടെ ഒരു പരിപാടി വേണ്ടാന്ന് കേട്ടോ. ശരിക്കും ഡാൻസ് ഉണ്ട് കേട്ടോ. ബ്രേക്ക് ഡാൻസ്, ഗതകളി, കുച്ചിപ്പൊടി, ഭരതനാട്യം, മോഹിനിയാട്ടം. പാവന്റെ സുകന്യ എന്താണ് കളി അറിയുന്നത് കളിക്കാൻ പറയാൻ പറ്റുമോ? അല്ലാത്തവർക്ക് പറഞ്ഞിട്ടെന്താ കാര്യം? എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞു. പാട്ട് പാടാൻ അറിഞ്ഞടുത്ത് പാടാൻ പറയാന്നില്ല. അറിയാത്തവർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനൊരു പാട്ട് പാടാൻ നീ ഒരു പാട്ട് പാടുന്നു. ഞാൻ പാടാറില്ല, കളിക്കാറില്ല, ഒന്നിനുമില്ല. എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി നിങ്ങളെല്ലാവരും പാടാൻ അല്ലേ. 2 ദിവസം സ്വസ്ഥ സമാധാനം അല്ലേട്ടാ. ഓ ഞാൻ ഈ വീട്ടിലത്തെ ആളേ അല്ല. അപ്പുറത്തെ ആളായപ്പോ അപ്പുറത്തെ വീട്ടിലത്തെ ആളായപ്പോ അതല്ല പറഞ്ഞതേ, ഈ വീട്ടിലത്തെ ആളല്ലാന്ന്. അതുകൊണ്ട് തന്നെ പാട്ട്, ഡാൻസ്, ഭരതനാട്യം, കുച്ചിപ്പുടിക്കൊന്നും വിളിക്കണ്ട. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് പ്രസിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ പാട്ട് പാടുമെന്ന്. സത്യം പറയാച്ച പാടുകയൊക്കെ ചെയ്തിരുന്നു. പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അല്ലേ സൗണ്ടൊക്കെ പരപരാന്നായി. ഇനിയിപ്പോൾ എത്ര ദിവസം ഉള്ളൂലേ കൂട്ടരെ. അടിപൊളി അടിപൊളിയില്ലേ. ചൊവ്വാഴ്ച ഇനി ഡ്രസ്സ് ഞങ്ങളപ്പോൾ എന്താ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരനെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ അവരുണ്ടാവും. ആ ഒരു വീഡിയോ എടുക്കണതിൻ്റെ ഒരു കാര്യം കൂടി പറയട്ടെ. അപ്പം അതൊരു സ്റ്റുഡിയോയിലുള്ള ഒരു ഏട്ടനാണ് അവരെടുക്കുക. അപ്പോൾ എടുത്തു കഴിഞ്ഞ് വെച്ചാൽ പിറ്റത്തെ ദിവസമായിരിക്കും കേട്ടോ. പിറ്റത്തെ ദിവസം നമുക്കത് കൊടുക്കുക. പിറ്റത്തെ ദിവസമൊക്കെ തരും. ആർക്കറിയാം കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ പോയിട്ട് അത് കൂടെ പോയപ്പോൾ എന്താ വന്നു ചോദിച്ചു. എന്താ വന്നു ചോദിച്ചു. അപ്പോഴോ അപ്പോൾ 28-ാം തീയതിക്ക് ഒരു കാര്യം പറഞ്ഞു. എന്താ അത് ചോദിച്ചതിൻ്റെ അടുത്ത്. ഞാനപ്പോൾ ഇങ്ങനെ ഫോണിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം കിട്ടില്ല. എന്തെങ്കിലും നിർത്തി തരാൻ പറ്റി ചോദിച്ചു. അപ്പോൾ കുടിയിരിപ്പ് പറഞ്ഞില്ലേ, ഞാനാ മറന്നുട്ടോ എന്ന്. എന്നിട്ട് വിളിച്ച് പറഞ്ഞ ആളെ അപ്പം എൻ്റെ മുമ്പ് തന്നെ ഇരുന്ന ആളെ സെറ്റാക്കി ആൾ വരിട്ടോ പറഞ്ഞു. നീ ജാതി ആളാണ്. തിരക്കാണ്. എന്താ പറ്റിയില്ല. ഞാനിപ്പോൾ പോയില്ലെങ്കിൽ അവസ്ഥ എന്താ? എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെ കേട്ടാ. തിരക്ക് മാറിയോ. തിരക്കുകൊണ്ടാണ് അവർ പറഞ്ഞിട്ട് കാര്യമില്ല. പഴം കൂടി കൊടുക്കും. ചായ കൊടുക്കുക പറഞ്ഞപ്പോഴേ ദോശയും ചായയും വേണ്ട അത്രേ. ചായ മാത്രം മതി എന്ന് പറഞ്ഞു. പഴവും അതും പാടെ കൊടുക്കട്ടെ. തിരക്കാണ് കേട്ടോ. തിരക്ക് ഇന്നിപ്പോൾ എന്താ അടുപ്പിൻ്റെ അവിടെ ഗ്രാനൈറ്റ് ഒട്ടിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഇവിടെ ശരിയാക്കാനുണ്ട്. പിന്നെ 4 ഭാഗം വൃത്തിയാക്കണുണ്ട്. അമ്മേനെ കാണാത്ത എന്താണെന്നറിയാം. അമ്മ അവിടെ ചപ്പ് കത്തിക്കാണേ. കുറേ ഉണ്ട്. അപ്പം ഞാനേ ഇനി ഞങ്ങൾ വെള്ളിയാഴ്ച ഉള്ളൂ. എനിക്ക് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഇടുപ്പിനൊക്കെ ഒരു പിടുത്തം. പിന്നല്ലേ എങ്ങനെ ചൂടാവുന്നു. അവൻ അവിടെ അച്ചാച്ചൻ്റെ അടുത്ത് ചൂടാക്കി കുപ്പി കാവടി പോലെ ആയിരുന്നല്ലോ. വരുന്നൊരു ചൂടാക്കണോ. ഇന്ന് എന്താ നമ്മൾ കൂട്ടാൻ വെക്കണമെന്നറിയോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് കൂട്ടാൻ തോന്നുന്ന ഒരു സാധനം കേട്ടോ. ഉണക്കയില്ല പുളി വെച്ച തക്കാളി. കോഴിനെ ചൂടാക്കുന്ന പോലെയാണ് അവൾ ചൂടാക്കുന്നത്. കോഴീനെയാണ് അവിടെയൊക്കെ കൊണ്ടുപോയി ഇനി വേറെ കുപ്പിയെടുക്കേണ്ടി വരും. കോഴീനെ ചൂടാക്കുമ്പോഴാണ് ഇതേപോലെ ചെയ്യാം. എന്താ അമ്മ അവിടെ കത്തിക്കുന്നുണ്ടോ? അതാ അമ്മ മരത്തിനുള്ളിലുണ്ടല്ലേ. എല്ലാവരും തിരക്കിലാണ്. എല്ലാവരും പണിയിലാണല്ലേ. എല്ലാവരും തിരക്കിലാണ്. എല്ലാവരും ഓരോരോന്ന് ചെയ്യണം. ആ വാഴയുടെ ഇത് കളയണ്ടിനിപ്പോൾ. വാഴക്കൊല വെട്ടിയിട്ടോ. വാഴക്കൊല കൊണ്ടേ കൊടുത്തോ സതിയേട്ടാ.
ഇതാ നോക്കി നോക്ക്, ഇതുണ്ടാവണത് കോവയ്ക്ക വള്ളി. ഞാൻ വെറുതെ ഇവിടെ വെച്ചതാണ്. ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടേ വെക്കണം. അപ്പോൾ ഒന്ന് ഇതാവട്ടെ എന്നിട്ട് പപ്പു ഉറങ്ങിയിട്ട് കടന്നു. ഇനിയിപ്പോൾ അവിടെ പിന്നെ ഉറങ്ങിയിരിക്കാണ്, കണ്ണ് പിടിച്ചതാ കിടക്കണം. എൻ്റെ കൂട് ഇവിടെ നിന്ന് മാറ്റണ്ടേ ഏട്ടാ? അതിൻ്റെ കൂട് മാറില്ല, ചില്ലറ പണിയില്ല. ആരും ഓട് പൊളിച്ച് അതിന് കൂട് മാറ്റണ്ടേ? നിങ്ങളുടെ ചെരിച്ചിങ്ങോട്ട് വെച്ചാൽ മതി അവൻ്റെ അല്ലേ? മാറ്റണം എന്ന് പറയുന്നത് എന്തിനു മാറ്റണം? ഇത് കുട്ടീനെ ഒന്ന് കുപ്പിച്ചണം. നിങ്ങൾക്ക് എൻ്റെ പപ്പുവിനെ കാണണ്ടേ? എൻ്റെ പപ്പുക്കുട്ടനെ കാണണ്ടേ? നിങ്ങൾക്ക് എൻ്റെ പപ്പുക്കുട്ടീനെ കാണണ്ടേ? എൻ്റെ കണ്ണൂക്ക് കാണണ്ടേ? എൻ്റെ കുട്ടീനെ നിങ്ങൾക്ക് കാണണ്ടേ? ഇതാണ്ടോ ഇന്നലെ ഈ ഇങ്ങനെ ടക്ക് ടക്ക് പറഞ്ഞിട്ട് പൊട്ടില്ലേ ഓരോ പ്ലാസ്റ്റിക്, ആ സംഭവം കിട്ടിയപ്പോൾ അവനത് വേണം പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് വാങ്ങിയതാട്ടോ. ഞങ്ങളതിങ്ങനെ പൊട്ടിക്കുന്ന കണ്ടപ്പോൾ എന്നിട്ട് നോക്കി കൂട് മൊത്തം എലപ്പാക്കി കിടക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഈ മിണ്ടാപ്രാണികളൊക്കെ അവരെങ്ങനെ തൊട്ട് തലോടുമ്പോൾ കിട്ടണത് എന്തോ ഒരു സുഖമല്ലേ, അതെന്താണെന്നറിയില്ല കേട്ടാ. ഭയങ്കര ഒരു സുഖമാണ് പറഞ്ഞല്ലേ. അവനി സന്തോഷമല്ലേ പപ്പുവാ? പപ്പുവാ ഇതാ വെള്ളം വന്നിട്ടുണ്ട്. 2 ദിവസമായിട്ട് വെള്ളം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇതാ വെള്ളം വന്ന ഞാൻ കഞ്ഞി കുടിച്ച് നോക്കുമ്പോൾ കൈ കഴുകാൻ നോക്കുമ്പോൾ ഉണ്ടാവില്ല. ഇപ്പോൾ വെള്ളം വിട്ടേക്കണേ. ഇവിടെയൊക്കെ കണ്ടോ ചപ്പും കുപ്പയൊക്കെ കത്തിച്ച് ഇവിടെയൊക്കെ വൃത്തിയാക്കിട്ടോ. ഇനി ഇവിടെ പണിയുള്ള ഇനി ചെയ്യാലേ? ഇതൊക്കെ എപ്പോൾ ചെയ്തെത്തും ദൈവം നമ്പരാനറിയാം. നാളെയും മറ്റന്നാളും കൊണ്ട് ഫുൾ തീരും, ഒരു പ്രശ്നമില്ല. ഇനി ഈ കാട് വെട്ടേണ്ടത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതാണ് റോഡ്. നമ്മുടെ ഈ ഉമ്മറത്ത് വണ്ടി ഈ ഇവിടത്ത് കൂടെയും കുറച്ച് വണ്ടി നിർത്തുക, അപ്പുറത്തെ സൈഡിൽ കൂടി വണ്ടി നിർത്തുക, അപ്പുറത്തെ സൈഡിൽ കൂടി നിർത്തുക. ആൾക്കാർ കാണുമ്പോഴേ അല്ലേ? ആൾക്കാർ കാണുമ്പോൾ വണ്ടി നിർത്തല്ല, ചിരിക്കട്ടെ. ചിരിച്ചോ? എന്തിനാ ചിരിക്കാതിരിക്കുന്നു? ഇന്നലത്തെ ചാണകം ഇതൊക്കെ കഴുകണം. ഇതാണ്ടോ എത്ര വേഗം പൊടിയാണ് നോക്കിയൊക്കെ. അത് മിറ്റടിക്കുമ്പോൾ വെള്ളം തളിച്ച് മിറ്റടിക്കേണ്ടി വരും. ചാണകം തളിച്ചിട്ട് ഒതുങ്ങിട്ടോ. ഇനി നാളെ ബുധനാഴ്ചയല്ലേ, നാളെ ഒരു പാത്രം കൂടി കൊണ്ടുവന്ന് നാളെയും തളിക്കുക, മറ്റന്നേയും തളിക്കുക, ശനിയാഴ്ചയും തളിക്കുക. ശനിയാഴ്ച വേണ്ടല്ലേ? ശനിയാഴ്ച വേണ്ട, വെള്ളിയാഴ്ച വരെ മതി. വെള്ളിയാഴ്ച തളിച്ചിട്ടാൽ മതിയോ? വെള്ളിയാഴ്ച ചെയ്യണം. അപ്പോൾ എന്താ അത് ഇന്നേ നമ്മുടെ കിച്ചുവാണ് കേട്ടോ. നമ്മുടെ കിച്ചൂട്ടനാണ് ഇന്നത്തെ എന്താ യേശുവിൻ്റെ അച്ഛൻ. ഇന്നത്തെ അല്ല, അവൻ്റെ സ്കൂളിൽ യേശുവിൻ്റെ അച്ഛൻ കേട്ടോ. അപ്പം അവന് ആ ഒരു കളർ ഷാള് വേണമെന്ന് പറഞ്ഞിട്ട് രാവിലെ നേരത്തെ കുളിച്ചിട്ട് അവൻ ചോദിച്ചിരുന്നു. തൊപ്പിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. തൊപ്പി വാങ്ങിക്കൊടുത്തോ? പിന്നെ തൊപ്പി വേണ്ടേ? ഷാള് മാത്രം മതിയോ? ക്രിസ്മസിൻ്റെ പരിപാടി ഇല്ലേ? ഓ മണക്കുളങ്ങരയ്ക്ക് പോണ്ടി. പോവും. ഇതൊക്കെ ചപ്പൊക്കെ എടുത്ത് കത്തിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ ഒന്നും കൂടി അടിച്ചാൽ മതി. ഇനി ഏട്ടൻ പറയണ പോലെ കാര്യമായ വലിയ പണികളൊന്നും ഇല്ല കേട്ടോ. കാരണം ഒക്കെ കുറേ വൃത്തിയാക്കിയിട്ടതാണ്. ഇനി ഒന്ന് അടിച്ച് കോരി ഒന്ന് കത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പണി എന്ന് പറയുന്നത് ഇതാണ്. ഇത് കാട് വെട്ടാൻ ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ വിറകും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ വിറകും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കണം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ കാണിക്കണമല്ലോ. എന്താ നമ്മൾ വിചാരിച്ച് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അയൽവാസികൾ നിങ്ങൾക്കത് പറഞ്ഞാൽ എല്ലാറ്റിനും 4 വീട്ടുമുറ്റത്തന്നെ നിർത്താൻ ഇഷ്ടംപോലെ. പിന്നെന്താ നമ്മുടെ അയൽവാസികൾ അതിനെന്താ വണ്ടി കൊണ്ടുവന്നാൽ നമ്മുടെ വീട്ടിൽ നിർത്താലോ, നിങ്ങൾക്ക് എന്തിനാ പേടി പറയുന്നു. ഇന്നലെ വിറകില്ലെങ്കിൽ വിറക് കൊണ്ടുവന്നോളാൻ പറഞ്ഞിരുന്നു. വിറകുണ്ട്, വിറകിന് ഇനി ബുദ്ധിമുട്ടാണ് വെച്ചാൽ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഓരോ സഹകരണങ്ങൾ. പിന്നെ ഇതൊക്കെ ഇവിടെ ഈ സൈഡ് നമ്മുടെ അങ്കലവാടിയുടെ അവിടെ നിർത്താം. ഇനി ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി അവിടെയും കൂടി കാട് വെട്ടി കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് വണ്ടികൾ നിർത്താം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ കുറേ നീളത്തിൽ വണ്ടികൾ നിർത്താൻ പറ്റില്ല ഏട്ടാ. പിന്നെ അപ്പോൾ ഇതൊന്നും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ. എന്താ വണ്ടിയുടെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ലാസ്റ്റ് നിമിഷമാണ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഓരോരുത്തർ പറയുമ്പോഴല്ല ആരോ പറഞ്ഞു മണ്ഡപത്തിലല്ലേ പരിപാടി. മണ്ഡപത്തിലൊക്കെ ഹൗസ് വാമിങ് നടത്തലുണ്ടോ? ഞാൻ കേട്ടില്ല കേട്ടോ. മണ്ഡപം 1 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്നു, വീട് ഇവിടെ കിടക്കും. മണ്ഡപത്തിലെ പരിപാടി നടത്താൻ പറ്റില്ല. അല്ല നമ്മൾ ആദ്യം എന്താ പറഞ്ഞിരുന്നറിയോ, മണ്ഡപത്തിൽ ചെയ്യാൻ എന്താ നമ്മൾക്ക്
കുറേ കൂട്ടുകാർ വരുമ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു വീട് കാണാനല്ലേ വരുന്നത്. അപ്പോൾ വീട് കാണാൻ വരുമ്പോൾ പിന്നെ മണ്ഡപം ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്താണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പുറത്തൊന്നും പിന്നെ ആ മണ്ഡപത്തിലൊന്നും നമുക്ക് എന്താ കല്യാണം പോലെ ഇത് നടത്താൻ പറ്റില്ല കേട്ടാ. ആ മണ്ഡപത്തിന് നല്ല റേറ്റാണ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യണം തന്നെയായിരുന്നു നമുക്ക് ആഗ്രഹം. എല്ലാവർക്കും ഇപ്പം അധികം ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവുക നമ്മുടെ വീട് തറവാടൊക്കെ ആയിരിക്കില്ലേ കാണാൻ ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ അതല്ലേ കാണിക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ ഓരോ നാളെ ഇതേപോലെ ഒരുപാട് ആളൊന്നും വരുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ എവിടെ ഇത് കാണിക്ക് എന്താ കോലം നോക്കട്ടെ. നേരത്തെ കുമ്പളങ്ങ പാറപ്പൊടി അവിടെ അവൻ കണ്ടോ പോയി കെട്ടിപ്പിടിച്ചു. പൊന്നുവിന്റെ കാലൊന്ന് കാണിക്ക് നോട്ടെ നോക്കട്ടെ കാണിക്ക്. ഇതെന്തത് ഇതെന്താ എവിടെ ആയിരുന്നു? അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ വിശേഷങ്ങളാണ് കേട്ടോ. എനിക്ക് തിരക്കുകളുണ്ട്. മേമ നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വടുവപ്പുള്ളി നാരങ്ങ മേമ കൊണ്ടുവന്നിട്ടുണ്ട്. അതെടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2-3-4 ദിവസത്തേക്കായില്ലേ. കൂട്ടാൻ വെക്കണമെന്നും കാണിക്കണില്ല കേട്ടോ. കൂട്ടാൻ കാണിക്കാനുള്ള സമയമൊന്നുമില്ല. എന്താ ഉണക്കയില പുളി തിളച്ച് വെന്തിരിക്കുകയാണ് കേട്ടോ. ഇനി ചെറിയുള്ളി മൂപ്പിച്ചിട്ടേ പറഞ്ഞിട്ടേ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഓരോ കാര്യത്തിൽ ഓടുമ്പോൾ വീഡിയോ ഒന്നും നോക്കില്ല, ഓടിപ്പോവും. സമയം കിട്ടുന്നില്ല കേട്ടോ. നമ്മുടെ പുതിയ വീട്ടിലില്ലേ കണ്ടന്റ് അല്ല നമ്മുടെ നാടൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. പുതിയ വീട്ടിലല്ല ഇവിടെ തന്നെ ഈ പണിയൊക്കെ ഒന്ന് കഴിയട്ടെ, ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അറിയാലോ എല്ലാവർക്കും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇനിയിപ്പോൾ ഓരോരുത്തർ വരാനൊക്കെ ഒന്നും നടക്കില്ല. ഇപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വീട് കാണാനും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ നമുക്ക് സമയം പോവുകയാണ് കേട്ടോ. എന്നാലും എത്ര മണിക്കായിട്ട് നമ്മൾ കടന്ന് 10:15 രാത്രി 10:15 വൈകുന്നേരത്തെ കടക്കില്ല. ഓരോരുത്തർ വന്ന് പോകുമ്പോഴേ കാരണം ഉച്ച കഴിയുമ്പോൾ പണി മാറ്റിയിട്ടൊക്കെ ആയിരിക്കും ഓരോരുത്തർ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ പറ്റണ പോലെ വീഡിയോസ് ഇടുകയാണെങ്കിൽ ഇനി അതൊക്കെ നമ്മുടെ കൂടെയൊക്കെ ഞാനും പോയി നിൽക്കട്ടെ കേട്ടോ. അവിടേക്ക് ഒന്ന് കുറച്ചും കൂടി ഇതാക്കാൻ. വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. നാളെ നല്ല വിശേഷങ്ങളും നിങ്ങൾക്ക് കാണണ്ടേ. നമ്മുടെ പുതിയ വീടൊക്കെ കാണാൻ ഞങ്ങൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും. ഓരോ തിരക്ക് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ്ടോ ഈ കാളി ഇവരുടെയൊക്കെ പരീക്ഷ കഴിഞ്ഞ് നാളെ മുതൽ ഇവരൊക്കെ ഉഷാറായിട്ടുണ്ടാവും. അമ്മൂനില്ലേ അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്ലീനിങ് കാര്യങ്ങൾക്കൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അതിന് നമ്മളില്ലേ ഇങ്ങനെ പാടണം, അമ്മോ അത് ചെയ്യമ്മോ. തുണി മടക്കിയച്ചോ കണ്ടോ. ഇതാണ് അവസ്ഥ. പിന്നെ ഞാനും വിചാരിക്കും കേട്ടോ എന്താണെന്നറിയോ, ഞാനേ ചെറുതാവണ സമയത്ത് എൻ്റെ അമ്മയൊക്കെ പണിക്ക് പോകുമ്പോൾ നമ്മൾ ചെറുതാവും 4ാം ക്ലാസ്സിലൊക്കെ ആവണ സമയത്തേ വീട്ടുപണി അടുക്കളപ്പണിയൊക്കെ ചെയ്താൽ പിന്നെയും നമുക്ക് വന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ. പെൺകുട്ടികളല്ലേ അവരുടെ വീട്ടിൽ കിട്ടുന്ന സുഖം തന്നെയല്ലേ കിട്ടുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കും. അപ്പം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ. ശരിക്കും അതൊക്കെ ഒരു പൊട്ടത്തരാണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മളമ്മമാരല്ലേ കണ്ണടയ്ക്കുക. എൻ്റെ അമ്മ അങ്ങനെയാണ്. എൻ്റെ അമ്മ പണിയില്ലാത്തിരിക്കുന്ന ദിവസം ഞാനൊന്നും ചെയ്യില്ല. എൻ്റെ എല്ലാ സംഭവങ്ങളും തിരുമ്പിത്തരലും നോക്കലും ഒക്കെ അങ്ങനെയാണ്. അമ്മ പണിക്ക് ഞാൻ പോകുമ്പോൾ അമ്മ ഇല്ലാത്ത ഇരിക്കുമ്പോഴാണ് എനിക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു മടി. ഇവിടെ വീട്ടിൽ പോയാൽ നമുക്ക് പൊതുവെ ഒരു മടിയാണല്ലോ പണിയെടുക്കാനേ. അമ്മ ഉണ്ടെങ്കിൽ എന്താണെന്നറിയോ അവിടെ കടന്നാൽ മതി. കുട്ടികളുടെ കാര്യം നോക്കും, ഭക്ഷണ കാര്യങ്ങളും നോക്കും, എല്ലാം അമ്മ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ അമ്മൂനും അച്ഛനൊക്കെ ഇപ്പോഴല്ലേ ഓരോ സുഖം കിട്ടുള്ളൂ. ഇപ്പോഴൊക്കെ കണ്ടില്ലേ ഓരോരുത്തർ കല്യാണം കഴിഞ്ഞാൽ ദുബായിൽ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഭാഗത്ത് കൂടെ ഇല്ലേ. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ അധികം ആൾക്കാർ നിൽക്കണില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലല്ലേ, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പൊട്ട ചിന്താഗതിയുള്ള ഒരാളാണ്. അപ്പോൾ ഒക്കെ ചെയ്യും. ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും എല്ലാ പണികളും ചെയ്യും. നമ്മളിപ്പോൾ അവരെ മാത്രമല്ല സുഖിനീനെ അടക്കം നമ്മൾ നിർബന്ധിക്കില്ല. എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. നമ്മളിങ്ങനെ ചെയ്ത് ശീലമായതും കൊണ്ടായിരിക്കാം. അപ്പോഴേ നമ്മൾ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ഇനി ഉള്ളി മൂപ്പിച്ച് ഇതാക്കറി കണ്ണ ഇതാക്കണ്ട. ഉണക്കയിലെ പുളി എന്താ പൊന്നു കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.